പഴയ വീട് ഒരു 100 കൊല്ലം പഴക്കമുണ്ടെങ്കിലും ചെടികൾ ഫുള്ളായിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കാരണം അത് ആ പഴക്കമൊന്നും നമുക്ക് അത്ര എഫക്റ്റ് തോന്നുന്നില്ല. പിന്നെ കാണുന്നവർക്കും ഭയങ്കര അതിശയമാണ് ഇത്ര വലിയ കളക്ഷനും ഇത്ര പഴയ വീടും. ഈ ഫ്ലവർ ഇപ്പോൾ വിരിഞ്ഞിട്ട് 3 മാസത്തിലധികമായി. കാണാൻ നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇതൊരു 6 മാസത്തിലധികം നിൽക്കും ഈ ഫ്ലവർ. പലപ്പോഴും കേരളത്തിൽ പലയിടത്തും നടക്കുന്ന ഫ്ലവർ ഷോകൾക്ക് നമ്മുടെ പ്ലാന്റുകൾ പോകാറുണ്ട്. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. രാവിലെ മുതൽ ഞങ്ങൾ അധികം സമയം ഈ ചെടിയുടെ ഉള്ളിൽ തന്നെയാണ്. എല്ലാ ദിവസവും പൂക്കളെ നോക്കി ബഡുകളുള്ളത് വിരിയുന്നത് കാത്തിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് ഇതിന് പ്രത്യേകിച്ച് ചെയ്യുന്നത്. ഫ്ലാറ്റ് ലൈഫിലുള്ളവർക്ക് ബാൽക്കണിയിലൊക്കെ വെക്കാൻ ബെസ്റ്റ് സാധനമാണ്. ഭയങ്കര ട്രെൻഡിയാണ്. നമ്മുടെ കയ്യിൽ ഇത് കാലങ്ങളായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ അത് പല വെറൈറ്റികളും ഉണ്ട്. സാധാരണ ഞാൻ ഇങ്ങനെയാണ് വളർത്തുന്നത്. ഈ മാതിരി നട്ടാലും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും, ഒരു സംശയമൊന്നുമില്ല. സിലോജിനി ഋഷ്ണി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. ഇതിന് പക്ഷേ ഭയങ്കര സ്മെല്ലാണ്, നല്ല ഫ്രാഗ്രൻ്റ് ആണ്. ഏത് പ്ലാന്റ് വന്നാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ് വന്നാൽ പിന്നെ താമസമില്ലാതെ സ്ഥലം വിടും അത് കിട്ടാനായിട്ട്. എൻ്റെ പേര് വർക്കി, എൻ്റെ വൈഫിൻ്റെ പേര് ആൻസി. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ഈ ഗാർഡൻ നടത്തുന്നത്. ഞങ്ങളുടെ സ്ഥലം മണലൂർ, തൃശ്ശൂർ ജില്ലയിൽ. തൃശ്ശൂരിൽ നിന്ന് 17 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളൊരു 20 കൊല്ലമായിട്ട് ഇതേപോലെ ചെടി കളക്ഷനും ഡിസ്പ്ലേ ആയിട്ട് നടക്കുന്നുണ്ട്. നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷനാണ് ആ കാര്യത്തിൽ. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കാത്തലിക് സിറം ബാങ്കിലായിരുന്നു. അതിൽ പിന്നെ റിട്ടയർ ചെയ്യുന്നതിന് മുന്നേ ഇതുണ്ടായിരുന്നു. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ ടൈം ഇതിൽ എൻഗേജ്ഡായി. അപ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ പ്രത്യേകതയാണ്. രാവിലെ തന്നെ ചെടികളുടെ അടുത്തേക്ക് പോലും നനക്കിലൊക്കെ ആകുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 41 വർഷമായി. എനിക്ക് പണ്ടേ ചെടികളോട് കുറച്ച് ഇഷ്ടമാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ അമ്മയ്ക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാവരും കൂടി ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ആൾ റിട്ടയർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഫുൾ ടൈം ഇതിലേക്കായി. രാവിലെ മുതൽ ഞങ്ങൾ അധികം സമയം ഈ ചെടിയുടെ ഉള്ളിൽ തന്നെയാണ്. ഒരാൾക്ക് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. രണ്ടുപേർക്കും സെയിം ഇൻട്രസ്റ്റ് ആയ കാരണം ഇത് നല്ല സക്സസ് ആയിട്ട് പോകുന്നു. ഈ കാണുന്നത് ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ കളക്ഷൻസ് ആണ്. ഇതിൽ പലതും വെറൈറ്റികളാണ്. ഇപ്പോൾ ഇതൊക്കെ മൾട്ടി പെറ്റൽ പ്ലാന്റുകളാണ്. പോപ്പി റോസ് എന്ന് പറയും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ഫ്ലവറാണത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ മൾട്ടി പെറ്റലാണ്. സാധാരണ 5 പെറ്റലും ഒരു ലിപ്പും ആയിരിക്കും. അങ്ങനെയല്ല, ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്ലവർ ചെയ്യും. ഏതാണ്ട് റോസപ്പൂ പോലെ നിൽക്കും. അതാണ് ഇപ്പോഴത്തെ. ഇതന്നെ റെഡും ഉണ്ട്, ബ്ലൂ ഉണ്ട്. പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത് വരുന്നത്. ഇത് ട്വിസ്റ്റ് വെറൈറ്റി. ഇപ്പോഴത്തെ എല്ലാവരുടെയും താല്പര്യമുള്ളൊരു സാധനമാണ് റെഡ് ട്വിസ്റ്റ് വെറൈറ്റി. ഇതും ഇതേപോലെ കൊക്കോ ട്വിസ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റികളാണ്. ആൻറ്റിലോപ്പ് എന്നും ഇത് പറയും. ഇത് ട്വിസ്റ്റ് വെറൈറ്റിയുടെ വേറെ കളറാണ്, ഓറഞ്ച്. ഇതും ട്വിസ്റ്റ് വെറൈറ്റി ആൻറ്റിലോപ്പ് വെറൈറ്റിയിൽ പെട്ടതാണ്. ഇതേപോലത്തെ കളക്ഷൻസ് നമ്മുടെ കയ്യിലൊരു 20ഓളം വെറൈറ്റികളുണ്ട്. ഇവിടെ തന്നെ കാണാൻ നമുക്ക്. ഇത് കാറ്റ്ലിയ വർഗ്ഗത്തിൽ പെടും. യെല്ലോ ബേർഡ് എന്ന് പറയും. ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ സാധാരണ സ്ഥിരമായിട്ട് ഫ്ലവർ ചെയ്യും. എന്നുവെച്ചാൽ ഇതിപ്പോൾ 3-4 ഇപ്പോൾ ഇതിൽ 4 ഉണ്ടായിരുന്നു, ഒരെണ്ണായി, ബാക്കിയുള്ളത് കഴിഞ്ഞു പോയി. അപ്പോഴേക്കും അടുത്തത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നു പോയ ബഡിൻ്റെ സ്റ്റെമ്മാണ് ഈ നിൽക്കണേ. അതേപോലെ ഇത് സാമാന്യം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റാണ് കാറ്റ്ലിയ യെല്ലോ ബേർഡ് എന്ന് പറയും. ഡെൻഡ്രോബിയത്തിൽ തന്നെ ഒരു വെറൈറ്റിയാണ് ഡോൺ മാരി എന്ന് പറയും. ഈ 2-3 പൂവ് ആയിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ അതിൻ്റെ അടുത്ത മുട്ട്, അതിൻ്റെ പിന്നിൽ അടുത്ത മുട്ട് വരും. അപ്പോൾ എന്നുവെച്ചാൽ സ്ഥിരമായിട്ട് 1-2 പൂവുണ്ടാവും. പക്ഷേ കാണാൻ നല്ല കളറല്ല. അതുകൊണ്ടാണ് അതിന് എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ള ഫ്ലവറും പ്ലാന്റുമാണ് അത്. ഇത് ഡെൻഡ്രോബിയത്തിൽ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രാഗ്രൻ്റാണ്. ഭയങ്കര സ്മെല്ലെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ പൂവാണെങ്കിലും അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് നിൽക്കും. അത് രാവിലേക്കാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ മണം നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഒരു 3-4 ഫ്ലവർ കൊല്ലത്തിലുണ്ടാവും. ഇത് ആന്തൂറിയത്തിൽ ഒരു പുതിയ കളക്ഷനാണ്. ഇത് വെച്ചാൽ ചോക്ലേറ്റ് കളർ. ഇതിൻ്റെ ചെറിയ വെറൈറ്റി വരുന്നുണ്ട്. പക്ഷേ വലിയ വെറൈറ്റിക്ക് കുറച്ച് പുതിയതായിട്ട് ഇറങ്ങിയതാണ്. ഇതാകുമ്പോൾ ചെറിയ വെറൈറ്റി അധികം നാൾ നിൽക്കില്ല. ഇത് എത്ര നാൾ വേണമെങ്കിൽ നിന്നോളും. അതാണ് ഈ ചോക്ലേറ്റിൻ്റെ പ്രത്യേകത. ലൈറ്റ് വയലറ്റ്. ഇത് ചെറിയ പ്ലാന്റ് ആണെങ്കിലും ഫ്ലവർ കണ്ടമാനം വരും. ഇപ്പോൾ തന്നെ ഒരു 8-10 ഫ്ലവർ വന്നിട്ടുണ്ട്. ഇനി അത് വന്നുകൊണ്ടിരിക്കും. അല്ലാണ്ട് അതിനൊരു ഇടവേളയില്ല. എപ്പോഴും അതേപോലെ ഇത് അത് തന്നെയാണ്. അതേപോലെ ഫ്ലവർ വരുന്നുണ്ട്. ഇതൊക്കെ ഫ്ലവർ വരുന്നതാണ്. ഇത് ഓറഞ്ചിൽ പെടും. മിനിയേച്ചർ വെറൈറ്റിയാണ്. അത്ര വലിയ വലിപ്പം വരില്ല. ഇത് സ്ട്രൈപ്പ് എന്ന് പറയും, ഓറഞ്ച് സ്ട്രൈപ്പ്. അതും ഇതേപോലെ വല്ലാണ്ട് വലിപ്പം വരില്ല. ഇത് വൈറ്റ് വിത്ത് റോസാണ് ഇതിൻ്റെ കളർ വരിക. ഇത് പ്ലാന്റ് ഭയങ്കര ബുഷിയായിട്ട് നിൽക്കും. ഫ്ലവർ ഫുൾ ടൈം ഫ്ലവർ ഉണ്ടാവും.
ആ കാണുന്നത് മുഴുവൻ ആ ടൈപ്പാണ്. ഇത് പിന്നെ ഡബിൾ കളറാണ്. ഇതും അത്യാവശ്യം പ്ലാന്റ് വലുപ്പം വരും, നല്ല വലുപ്പം വരും. ഇത് ഗ്രീനിഷ് വൈറ്റാണ്, അതും മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതിലധികവും മിനിയേച്ചർ. ഇപ്പോൾ ഇത് വൈറ്റ് വലിയ ഫ്ലവറാണ്, അത് വലിയ പ്ലാന്റുമാണ്, ഫ്ലവറും വലുതായിരിക്കും, എപ്പോഴും ഫ്ലവർ ചെയ്യുകയും ചെയ്യും. ഇത് ഈ പിങ്ക് കുറച്ച് കഴിയുമ്പോൾ വലുതാകുമ്പോൾ ഈ കളർ ഗ്രീനിഷ് ആവും. പക്ഷേ അത്ര വേഗം കൊഴിഞ്ഞു പോവില്ല, എങ്ങനെയായാലും ഒരു 4 മാസമൊക്കെ അങ്ങനെ നിന്നോളും ഫ്ലവർ. ബ്രോമിലിയാഡ് എന്നാണ് ഈ വെറൈറ്റിയുടെ പേര്. ഇത് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പക്ഷേ അപ്പോൾ അതിൽ വെറൈറ്റി ചേഞ്ച് വളരെ കുറവായിരുന്നു. 1, 2, 3 കളറുകളെ ഉണ്ടായിരുന്നുള്ളൂ, അതും പലതും ഫ്ലവറിങ് ആയിരുന്നു. ഇത് പക്ഷേ ഭയങ്കര കളർ വേരിയേഷനും ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഭയങ്കര പ്രത്യേകതയാണ്. പക്ഷേ ഇത് പലതും ഫ്ലവറിങ് അല്ല, ഇതിൻ്റെ ആ കളറിൻ്റെ പ്രത്യേകതയാണ്. ചൂട് കിട്ടുന്നതനുസരിച്ച് ഈ കളറ് ബ്രൈറ്റായിട്ട് വരും. ഒരു ചെടിക്കും ഇങ്ങനെ കൂമ്പിൽ വെള്ളം നിൽക്കാൻ പാടില്ല, പക്ഷേ ഇതിന് കൂമ്പിൽ വെള്ളം നിർത്തിയില്ലെങ്കിൽ ഇത് പ്ലാന്റ് ചീത്തയാവും. അപ്പോൾ എന്നുവെച്ചാൽ ഇത് ശരിക്കും ഡെസേർട്ട് പ്ലാന്റാണ്. അപ്പോൾ ഡെസേർട്ടിൽ മഴ വല്ലപ്പോഴും കിട്ടുമ്പോൾ അത് സെർവ് ചെയ്യണതാണ്, വെള്ളം സെർവ് ചെയ്ത് വെക്കണതാണ് അവരത്, അങ്ങനെയാണ്. പക്ഷെ അത് എപ്പോഴും വെള്ളം നിർത്തണം, നിർത്തിയില്ലെങ്കിൽ ചെടി ഉണങ്ങും. ഇപ്പോൾ അതിൻ്റെ കളർ വേരിയേഷൻസിൽ കണ്ടമാനം കളറുകൾ വരുന്നുണ്ട്, ഭയങ്കര മൾട്ടി കളറുകളാണ് വരുന്നത്. അത് മുഴുവൻ എനിക്കോടെ ടിഷ്യൂ കൾച്ചർ ചെയ്ത് പുറത്തുനിന്ന് വരികയായിരിക്കാം. പക്ഷേ ഇതൊക്കെ ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ ഈ കളറിനൊക്കെ. ഇതന്നെ ഒന്നും കൂടി പല വേരിയേഷൻസും പല കുത്തും കോമയായിട്ടുള്ള കണ്ടമാനം വരുന്നുണ്ട്. പക്ഷേ വില ആലോചിച്ചിട്ട് നമ്മളൊന്ന് പിന്നാക്കം നിൽക്കുകയാണ്. ഫ്ലാറ്റ് ലൈഫിലുള്ളവർക്ക് ബാൽക്കണിയിലൊക്കെ വയ്ക്കാൻ ബെസ്റ്റ് സാധനമാണ്. അതാണ് ആൾക്കാരിപ്പോൾ ചെയ്യുന്നത് അധികം. സാധാരണ വീടുകളിൽ ഈ ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിൽ വെച്ചാൽ നല്ല ശേലായിട്ടുണ്ടാവും, നല്ല കളറിൽ വരികയും ചെയ്യും. ഇത് ബ്രോമിലിയാൻ്റെ മിനിയേച്ചർ റെഡാണ്. ഈ ഫ്ലവർ ഇപ്പോൾ വിരിഞ്ഞിട്ട് 2-3 മാസത്തിലധികമായി. ഇനിയും ഒരു 3 മാസം ഇങ്ങനെ നിന്നോളും. വെയിൽ ഡയറക്റ്റ് കൊള്ളിക്കാണ്ട് നിന്നാലുണ്ടാവും. അപ്പോൾ ഇത് 2 ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും അടുത്ത സക്കർ പുതിയത് വരും. ഈ ഫ്ലവർ ഈ പ്ലാന്റ് നശിച്ചാലും അതിൻ്റെ സക്കർ അടിയിൽ നിന്ന് വരും. നമുക്കത് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. ഇതും ബ്രോമിലിയാഡ് തന്നെയാണ്, അത് ഡാർക്ക് മെറൂണാണ് അതിൻ്റെ കളറ്. ഇതിന് ഇപ്പോൾ ഇത് പോകാറായപ്പോഴേക്കും അടുത്ത സക്കർ കൂടെ വന്നു. അപ്പോൾ ഇനി നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതൊരു 3 മാസം കൂടി നിൽക്കും. അപ്പോൾ അത് കാണാൻ നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഇത് ബ്രോമിലിയാഡിൻ്റെ തന്നെ ഓറഞ്ചാണ്. ഇത് ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞു ഫ്ലവറായിട്ട്. ഇതും ബ്രോമിലിയാഡിൽ പെട്ട തന്നെയാണ്, ഫ്ലവറിങ് ആണത്. ഇതൊരു 6 മാസത്തിലധികം നിൽക്കും ഈ ഫ്ലവർ. അപ്പോൾ ഇത് എങ്ങനെയാണ് വിരിയത്, ഇപ്പോൾ ഇതാണ് അതിൻ്റെ വിരിഞ്ഞ പൂവ്. പക്ഷെ ഇതിങ്ങനെ മണിയായിട്ട് ഇങ്ങനെ നിന്നോളും, ഒരു സുഖമായിട്ട് നിന്നോളും. പക്ഷെ കുറച്ചും കൂടി പൊതുവിൽ വലിപ്പം കൂടിയ ഒരു പ്ലാന്റാണത്. ഈ ബ്രോമിലിയാഡിനെ സംബന്ധിച്ച് പരിചരണം വളരെ കുറവാണ്. തണലത്ത് വയ്ക്കുക, വല്ലാണ്ട് ഇരുട്ടത്തല്ല, ചൂടും വെളിച്ചവും കിട്ടണം. അപ്പോൾ ചൂടും വെളിച്ചം കിട്ടിയാലേ ഇത് പറ്റുള്ളൂ. ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ ഇല പൊള്ളി നാശമാവും, ഭംഗി പോവും. അതേപോലെ തന്നെ കൂമ്പിൽ വെള്ളം നിർത്തുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയത്. കടക്കിലും വെള്ളം ഒഴിക്കുക, വളം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാമെന്ന് മാത്രം, അതുകൊണ്ട് പ്രത്യേകതയൊന്നുമില്ല. എന്നിരുന്നാലും വളം വേണമെങ്കിൽ കുറേശ്ശെ ഒരു മാസത്തിലൊരിക്കൽ 1 ടീസ്പൂൺ അങ്ങനെ വില ഇട്ട് കൊടുക്കാം. അല്ലാതെ വേറൊരു പരിചരണം ഇതിന് ആവശ്യമില്ല. ഇത് വളരെ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു പ്ലാന്റാണ്. ഇത് ലിപ്സ്റ്റിക് ബ്രോമിലിയാഡ് എന്നാണ് പറയുക. ഇതിൻ്റെ ഇലയുടെ അറ്റത്ത് ഇങ്ങനെ ഈ കളറുണ്ടാവും. അതേപോലെ ഇതും അത്യാവശ്യം നാടനാണ്, പണ്ട് മുതലേ ഉള്ളത് തന്നെയാണ് എല്ലാവരുടെ അവിടെയും. പിന്നെ ഉള്ളതാണ് കുറേശ്ശെ പുതിയത്. ഇതൊക്കെ സീബ്ര ലൈൻ എന്ന് പറയും. ഇതൊക്കെ പുതിയത് വരണതാണ്. ഇതേപോലെ നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ ഒരു 20ഓളം വെറൈറ്റി ഉണ്ടായിരിക്കും. അതിൽ മിനിയേച്ചർ ഉണ്ടാവും, ജംബോ ഉണ്ടായിരിക്കും. പിന്നെ ചിലത് ഫ്ലവറിങ് ആയിരിക്കും, ചിലത് ഫ്ലവർ ഉണ്ടാവില്ല. ചിലതിൻ്റെ ഫ്ലവർ 6 മാസം നിൽക്കും, ചിലതിൻ്റെ ഫ്ലവർ 4-5 ദിവസമേ നിൽക്കുകയുള്ളൂ. ഇത് സിലോജിനി ഋഷ്ണി എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. ഇതിൻ്റെ മലയാളത്തിൽ എന്താ ഒരു രൂപമാല എന്നോ അങ്ങനെ എന്തോ പറയും. ഇതിന് പക്ഷേ ഭയങ്കര സ്മെല്ലാണ്, നല്ല ഫ്രാഗ്രൻ്റാണ്. ഇത് പക്ഷേ ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കൊല്ലം ഉണ്ടായത്. അത് കാരണമാണ് ഇത് കുറവ്. മറ്റേതെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ഉണ്ടാവും. ഞാൻ അതിൻ്റെ വലിയ പ്ലാന്റുമേ ഫ്ലവർ വന്നത് കാണിച്ചു തരാം. നേരത്തെ കാണുന്നത് സിലോജിനി ഋഷ്ണിയുടെ വലിയ. ഇതിപ്പോൾ ഒരു 1.5 മാസം മുമ്പ് ഉണ്ടായ പൂവിൻ്റെ ഉണങ്ങിയതാണ്. ഇതിനിപ്പോൾ ഇത് പുതിയത്. ഇത് മുഴുവൻ ഫ്ലവർ ബെഡാണ് ഈ തന്നെ. ഇനിയിപ്പോൾ ഒരു 15-18 ഇതുമോ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ താഴത്തേക്ക് താങ്ങി കിടക്കും. ഒരു 20 ദിവസം വരെ ഇതിങ്ങനെ തന്നെ പോവും, കുഴപ്പമില്ലാണ്ട്.
കൊല്ലത്തിലിപ്പോൾ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഫ്ലവർ ചെയ്യും. 2 പ്രാവശ്യമാണ് സാധാരണ. ആദ്യം നമ്മൾ ഫ്രണ്ടിലത്തെ ഒരു ഇത് മാത്രമേ നമുക്ക് ഷോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ സ്ഥലം തികയാതെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു വിറക് വരയായിരുന്നു ഇത്. അപ്പോൾ അത് കൺവെർട്ട് ചെയ്ത് നമ്മളൊരു ഷെഡ് പണിതു. അപ്പോൾ അതിന് കൃഷിഭവൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് കടന്നത്. അത് കഴിഞ്ഞ് പിന്നെയും സ്ഥലമില്ലാതെ ആയപ്പോഴാണ് അടുത്ത ഷെഡുകളൊക്കെ പണിതത്. ഇതിലാകുമ്പോൾ നമുക്ക് വെച്ചാൽ മഴ കൊള്ളാതെ വയ്ക്കാം. അത്യാവശ്യം ചൂടിന് നമുക്ക് ഈ ഷെയ്ഡിനിട്ടിട്ട് കൺട്രോൾ ചെയ്യാം. മഴ കൊള്ളാതെ ഇരിക്കുകയാണ് ഏറ്റവും അത്യാവശ്യം ഇങ്ങനത്തെ പ്ലാന്റുകൾ. സാധാരണ പ്ലാന്റുകൾ ഇപ്പോൾ ഡെൻഡ്രോബിയൊക്കെ മഴ കൊണ്ടാലും കുഴപ്പമില്ല. പക്ഷേ ഫെലനോപ്സിസ് കാരണം മഴ കൊണ്ടാൽ അത്ര നല്ലതല്ല, വെയിലും അത്ര പറ്റില്ല. അപ്പോൾ അത് കാരണം ഞങ്ങൾ വെയിലിന് കൺട്രോൾ ചെയ്യാനായിട്ട് ഷീറ്റ് മുകളിലിടും. നമ്മളത് കഴിഞ്ഞ് ഈ ചെടികൾ കണ്ടമാനായി അത് കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൃഷിഭവനിൽ നിന്ന് ആൾക്കാർ വന്നത് കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു അവാർഡിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യാന ശ്രേഷ്ഠ അവാർഡുണ്ട്, അതിന് അപ്ലൈ. അത് അങ്ങനെ അപ്ലൈ ചെയ്തു. അത് ദൈവം കൊണ്ട് അത് കിട്ടി നമുക്ക്. അപ്പോൾ അതിലൊരു ക്ലോസ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെയിൽ വേണം, സെയിൽസ് കൊണ്ടാണ് നിങ്ങൾ റൺ ചെയ്യണേ എന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് സെയിൽസ് നടത്താണ്ട് പറ്റില്ല. പിന്നെ വെച്ചാൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലാർജ് സ്കെയിലായപ്പോൾ പിന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറേശ്ശെ സെയിൽസ് ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളപ്പോൾ വരുന്നവർക്കും കൊടുക്കും, അത്യാവശ്യം നമ്മൾ ഓൺലൈനായിട്ടും ചെയ്യും. അത് ഏത് പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫെലനോപ്സിസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതെന്ന് വെച്ചാൽ അടിയിൽ മോസിലാണ് ഇത് വരുന്നത്. സ്പാഗനം മോസ് എന്ന് പറഞ്ഞ സാധനത്തിലാണ് ഇത് വരിക ഈ ചെടി. അപ്പോൾ വെച്ചാൽ വൺസ് നമ്മൾ നനച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം അത് പിടിച്ചെടുക്കും. അപ്പോൾ നമ്മളൊരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഇത് നനയ്ക്കുള്ളൂ. 2 ദിവസത്തിലധികം നനച്ച് കഴിഞ്ഞാൽ ഇത് ചീച്ചൽ വരാൻ ചാൻസ്. എന്നാൽ അപ്പുറത്തിരിക്കുന്നത് നമ്മൾ കൊക്കോ ചിപ്സിലാണ് വെച്ചിരിക്കുന്നത്. അതും ഇതേപോലെ തന്നെ വെള്ളം നനച്ച് കഴിഞ്ഞാൽ അത് വെള്ളം അബ്സോർവ് ചെയ്യും. അപ്പോൾ അതും ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ചെക്ക് ചെയ്തിട്ടേ ഈ ഫെലനോപ്സിസിന് നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഏറ്റവും ഡിമാൻഡ് ഇപ്പോൾ ഫെലനോപ്സിസിനാണ്. പ്രത്യേകിച്ച് ഈ ഫ്ലവർ ഷോകൾ വരുമ്പോൾ ആൾക്കാരിത് കണ്ട് ഭയങ്കരമായിട്ട് ചോദിക്കുകയും ചെയ്യും. പലപ്പോഴും കേരളത്തിൽ പലയിടത്തും നടക്കുന്ന ഫ്ലവർ ഷോകൾക്ക് നമ്മുടെ പ്ലാന്റുകൾ പോകാറുണ്ട്. അത് അവർ നേരത്തെ തന്നെ പറഞ്ഞു വയ്ക്കും, ഫ്ലവറുള്ള പ്ലാന്റ് ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവർ വന്നെടുക്കും. അപ്പോൾ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ ഫ്ലവറാണ് അവിടെ കുറേ ഇരിക്കുന്നത്. എല്ലാതും അല്ല ഞാൻ പറയുന്നത്, ചില സെലക്റ്റഡ് പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയവർ പലരും. അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ കുറച്ച് അകലെ ആയതുകൊണ്ട് പലതും നമുക്ക് പോയി കാണാൻ പറ്റാറില്ല. ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇത് ഫെലനോപ്സിസിൽ കണ്ടമാനം കളറുകളുണ്ട്, കളർ കോമ്പിനേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ യെല്ലോ തന്നെ ഒരു 4 ടൈപ്പ് യെല്ലോ ഉണ്ട്. പിന്നെ വെച്ചാൽ ഇത് ഫ്ലവർ നല്ല ഭംഗിയിൽ നിൽക്കും, അതിന് കുഴപ്പമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, വെള്ളം നനവ് അധികം പാടില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് തന്നെ നനയ്ക്കാൻ പാടുള്ളൂ. ഒരു മാസത്തിലൊരിക്കൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്യുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ലാണ്ട് പോവും. ഈ സ്റ്റാർട്ടേഴ്സിന് ഏറ്റവും നല്ലത് ഡെൻഡ്രോബിയാണ്. അതാകുമ്പോൾ ഒട്ടും തന്നെ വേറെ കുഴപ്പങ്ങളും അസുഖങ്ങളൊന്നും വരില്ല. അപ്പോൾ അത് കാരണം സ്റ്റാർട്ട് ചെയ്യുന്നവർ ആദ്യം ഡെൻഡ്രോബിയം സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതുമേലേക്ക് കടക്കൊണ്ടു എന്ന് ഞാൻ പറയാം. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. ചിലർ ഡയറക്റ്റ് ചെയ്യുന്നവരുണ്ടില്ല എന്ന് ഞാൻ പറയില്ല. ഫെലനോപ്സിൽ തന്നെ വരുന്നൊരു വെറൈറ്റി. ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സൈഡിൽ നിന്ന് സക്കേഴ്സ് വരുന്നുണ്ട്, കണ്ട തൈകൾ വരും. പക്ഷേ ഫ്ലവർ ഇത്രയും വലുപ്പം ഉണ്ടാവുള്ളൂ, പക്ഷേ ഭയങ്കര ലോങ് സ്പൈക്കായിട്ട് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ്, ഇതിൻ്റെയും സൈഡിൽ നിന്ന് സക്കറുകൾ വരുന്നതുണ്ട്. അത് ചില വെറൈറ്റിയുടെ പ്രത്യേകതയാണ്, അല്ല എല്ലാ ഇതിനും അങ്ങനെ വരണമെന്നില്ല. പിന്നെ ലോങ് സ്പൈക്കാണ്, നല്ല ഭംഗി, ദിവസങ്ങളോളം നിൽക്കും, മാസങ്ങൾ. ഇപ്പോൾ ഇതും അതേപോലത്തെ ഫ്ലവറാണ്. അതൊക്കെ സ്പൈക്കുകൾ സൈഡ് ചെയ്ത്, ഇതൊക്കെ പുതിയ സ്പൈക്ക് വരും. അതേപോലെ സക്കറും ഉണ്ട്. ഇപ്പോൾ 1, 2, 3 സ്പൈക്ക്, 1, 2, 3 സ്പൈക്ക് പുതിയത് വരുന്നുണ്ട്. അപ്പോൾ പലരും ഇപ്പോൾ ചോദിക്കുക ഡബിൾ സ്പൈക്കുകളുണ്ടോ. സിംഗിൾ സ്പൈക്കൊക്കെ ആൾക്കാർക്ക് വിട്ടിപ്പോൾ ഡബിൾ സ്പൈക്ക് കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ ഡബിൾ സ്പൈക്ക് വരില്ല. ചില വെറൈറ്റിക്കാണ് അത് പെട്ടെന്ന് ഡബിൾ സ്പൈക്കായിട്ട് വരിക. ഇവിടെ വരുമ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും എന്താണ് ഇതിന് പ്രത്യേകിച്ച് ചെയ്യണത്. ഞാൻ പറഞ്ഞു എൻ്റെ ഇതിലെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. NPK ആണ് നമ്മൾ സാധാരണ സ്പ്രേ ചെയ്യുക. അത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്. അതിൽ നൈട്രജൻ ഗ്രോത്തിനും ഫോസ്ഫറസും പൊട്ടാഷ്യം ഫ്ലവറിങ്ങിനാണ്. ചെറുപ്പകാലത്ത് നൈട്രജൻ കൂടുതലുള്ളത് സ്പ്രേ ചെയ്യുക. അത് കഴിഞ്ഞ് ഫ്ലവറിങ് സീസൺ തന്നെ ആയിക്കഴിഞ്ഞാൽ നൈട്രജൻ കട്ട് ചെയ്യുക, നൈട്രജൻ വേണ്ട. ഫോസ്ഫറസും പൊട്ടാഷ്യമുള്ള NPKയിൽ Pയും Kയും ഉള്ളത് അടിക്കുക. അത് ആഴ്ചയിൽ 2 ദിവസം സ്പ്രേ ചെയ്യുക, വളരെ ഡൈല്യൂട്ടായിട്ട് സ്പ്രേ ചെയ്താൽ അതിൻ്റെ പിന്നെ ഇതൊന്നുമല്ല, മെയിൻ കാലാവസ്ഥ കറക്റ്റായിരിക്കണം. ചൂട്, കാറ്റ്, വെളിച്ചം അത് ആവശ്യത്തിന് കിട്ടിയാൽ മാത്രമേ ഇത് ഫ്ലവർ ചെയ്യുള്ളൂ. ഫെലനോപ്സിസിന് ചൂട് വേണ്ട എന്ന് പലരും പറയും, പക്ഷേ ചൂട് വേണം.
ഡയറക്റ്റ് സൺലൈറ്റാണ് വേണ്ടാത്തത്. ചൂട് കിട്ടിയാൽ തന്നെ ഫ്ലവർ വരുള്ളൂ, ആ കാര്യം സംശയമില്ല. പിന്നെ കുറേ നാൾ മുമ്പ് വരെ ജൂൺ മാസത്തിലാണ് ഇതിന് സ്പൈക്ക് വരാറ്. ഇപ്പോൾ ജൂണൊന്നുമില്ല, കാലാവസ്ഥ പല ടൈപ്പ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ സ്പൈക്ക് വരുന്ന സ്റ്റേജാണ് ഇപ്പോൾ. ഡെൻഡ്രോബിയത്തിൻ്റെ സീഡ്ലിങ്സ് എന്ന് വെച്ചാൽ തൈകൾ വരുന്നത് നമ്മൾ ചകിരിയിൽ പോട്ട് ചെയ്തിട്ട് വലുതാവുന്നതാണ്. ഇപ്പോൾ അത് ഭയങ്കര വേര് വന്നു, എല്ലാ അസുഖവും മാറിന് സുഖമായിട്ട് കൊടുക്കാം. ഇതാകുമ്പോൾ ഈ വലുപ്പമാകുമ്പോൾ സാധാരണ സീഡ്ലിങ്സിനായാലും ഡബിൾ വില വരും. പക്ഷേ ആൾക്കാരെ സംബന്ധിച്ച് ഇതിന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇങ്ങനത്തെയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാ അസുഖങ്ങളും മാറി ഇനി വീട്ടിൽ കൊണ്ടുപോയി വെക്കുകയുള്ളൂ. പുതിയ ഷൂട്ടുകൾ വന്നു. ഇതാണ് ഗ്രോത്തിൻ്റെ ഒരു ലക്ഷണം. ഈ ഷൂട്ടുകൾ വരും, അതുപോലെ വേരുകൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ഇത് ഫെലനോപ്സിസിൻ്റെ മെച്ചേർഡ് പ്ലാന്റുകളാണ്. ഇത് ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ഇതിന് സ്പൈക്ക് വരിക. ഇതിപ്പോൾ കൊക്കോ ചിപ്സിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നനച്ചാൽ മതി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ വലിപ്പമുള്ളവരാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫ്ലവറാണ്. ഇതിന് ഈ ലിപ്ലെസ് എന്ന് പറയും. ഈ പൂവിൻ്റെ വൈറ്റ് പൂവിൻ്റെ പ്രത്യേകതയാണത്. അതേപോലെ ഇതൊക്കെ ഫ്ലവറിങ് ആയി. ഇനി ഇത് കഴിഞ്ഞു കുറച്ചും കൂടി വലുതാകുമ്പോൾ ഇനി ബഡായിട്ട് നിൽക്കണം. ഇതും ഇതേപോലെ കുഴപ്പങ്ങളില്ലാതെ നിൽക്കും. പക്ഷേ ഈ വെള്ളം ഒഴിക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ക്രിപ്റ്റാൻഡസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇതിൽ പല കളറുകളുണ്ട്. നല്ല ചൂട് കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ കളറിൽ വേരിയേഷൻസ് വരും. നല്ല ചൂടാണ്, ഡയറക്റ്റ് സൺലൈറ്റ് അല്ല ആവശ്യം. പിന്നെ ഇത് ഫ്ലവർ ചെയ്യുമോ ചോദിച്ചാൽ ഫ്ലവർ ചെയ്യും. പക്ഷേ ഫ്ലവർ ചെയ്താൽ ആ പ്ലാന്റ് നശിച്ചു പോവും. അപ്പോഴേക്കും പുതിയ സക്കർ വരും. പല കളറുകളുണ്ട്. ഇത് കാണുന്നത് മൊക്കാറ എന്ന് പറയുന്ന പ്ലാന്റാണ്, വാൻഡ മൊക്കാറ. ഇത് വെച്ചാൽ സാധാരണ ഞാൻ ഇങ്ങനെയാണ് വളർത്തുന്നത്. ശരിക്കും മണ്ണിലൊരു കുറ്റി അടിച്ച് അത് വെച്ച് കെട്ടുകയാണ്. 2 പ്ലാന്റ് വെച്ച് കെട്ടും. അപ്പോൾ വെച്ചാൽ നമുക്ക് സ്ഥലം അധികം ഇല്ലാതെ തന്നെ പ്ലാന്റ് കണ്ടമാനം വയ്ക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ വെച്ചാലും ഫ്ലവർ വരും, വേരും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ വേരൊരിക്കലും മണ്ണിലേക്ക് ഇറങ്ങി പോവില്ല. അപ്പോൾ അത് കാരണം മണ്ണിൻ്റെ ആവശ്യമില്ല. പിന്നെ ചട്ടിയിൽ വയ്ക്കുന്നവരുണ്ട്. ചട്ടിക്ക് കോസ്റ്റ് വൈസ് കൂടുതലാണ്. ഇതാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ അടിയിൽ ഫ്ലോർ ഷീറ്റ് വിരിച്ചാൽ പിന്നെ പുല്ലും വരില്ല. ഇപ്പോൾ ഫ്ലവറിങ് നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ വെച്ചാൽ ഇതിന് നല്ല ചൂട് ആവശ്യമുണ്ട്. അപ്പം നല്ല ചൂട് എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് ആണ് വേണ്ടത്. പക്ഷേ അപ്പോൾ ചെടി നാശമാവും. അപ്പോൾ അത് കാരണം ആവുന്നതും UV ഷീറ്റിൻ്റെ അടിയിൽ നിർത്തിയാൽ നല്ലത്. അല്ലെങ്കിൽ ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിൽ നിർത്തിയാലും മതി. അപ്പോൾ നല്ല ചൂട് കിട്ടും, നല്ല ഫ്ലവറും വരും. നമ്മുടെ കയ്യിലിപ്പോൾ മൊക്കാറയുടെ 2 വലിപ്പത്തിൽ ഒരു 2 അടി അല്ലെങ്കിൽ 1.5 അടിയുടെ പ്ലാന്റും ഉണ്ട്, 1 അടിയുടെ പ്ലാന്റും ഉണ്ട്. അപ്പോൾ അതിന് വിലയിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ വെച്ചാൽ ഇങ്ങനെ വെച്ചാൽ നന്നായിട്ടുണ്ടാവും. ഈ വേര് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ സക്സസ് ആയി എന്നർത്ഥം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലവർ വരും. ഇതിൻ്റെ പേര് ആനിക്കൂൾ കസിം ഡിലൈറ്റ് എന്നാണ്. ഈ മാതിരി നട്ടാലും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും, ഒരു സംശയമൊന്നുമില്ല. പിന്നെ വെച്ചാൽ ഇത് മെയിനായിട്ട് ഇവർക്ക് നല്ല ചൂട് വേണം. നല്ല ചൂട് എന്ന് വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടായാൽ നല്ലത്. പക്ഷേ അപ്പോൾ വെയിൽ കൊണ്ടാൽ ഇത് ഇല പൊള്ളുന്ന കാരണം നമ്മൾ ഷെയ്ഡ് നെറ്റിൻ്റെ അടിയിൽ ഒരു 10-12 അടി ഉയരത്തിൽ കൂടെ ഷെയ്ഡ് നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൈപ്പ് കുത്തി അതുമ്പോൾ കെട്ടി വെച്ചാൽ സുഖമായിട്ട് ഫ്ലവർ ഉണ്ടാവും, ഒരു കുഴപ്പമില്ലാതെ. ഇത് നമ്മൾ അതേപോലെ പ്ലാന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെയും വേരുകൾ പുതിയത് വന്നു. 2 സ്റ്റെം ഫ്ലവറാണ് ഒരെണ്ണത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇത് ജാക്കെ ബ്ലൂ എന്ന് പറയും, മൊക്കാറയിൽ തന്നെ. ഇതേപോലെ മൊക്കാറ തന്നെയാണ്. ചെറിയ പ്ലാന്റ് ആണെങ്കിൽ തന്നെ ഫ്ലവർ വന്നു. ചൊപ്രായ എല്ലാം എന്നാണ് ഇതിൻ്റെ പേര്. ഇതും നന്നായിട്ട് വേരും പുതിയത് വന്നിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ ഞാനിപ്പോൾ പ്ലാന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു 2 മാസം 2.5 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും പുതിയ വേര്. പിന്നെ വെച്ചാൽ നമ്മൾ 2 നേരം നനയ്ക്കും. ഈ വേനൽക്കാലം ആയതുകൊണ്ടും പിന്നെ ഇപ്പോൾ ഈ വൃശ്ചികക്കാറ്റ് എന്ന് പറഞ്ഞാൽ കാറ്റുള്ളത് കൊണ്ടും എപ്പോഴും ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് 2 പ്രാവശ്യമെങ്കിലും നനയ്ക്കും. പിന്നെ ഇതിന് പോട്ടിംഗ് മിക്സ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വേരുമ്പോൾ നനവ് കിട്ടിയാൽ തന്നെ അവന് ആ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കളറ് യെല്ലോ ആണ്. അതായത് പേരും അങ്ങനെയാണ്, ചോപ്രായ യെല്ലോ എന്നാണ് അതിൻ്റെ പേര്. ഇത് ഹാങ് ചെയ്തിട്ടുള്ളത് റിംഗോ സ്റ്റൈലിഷ് എന്ന് പറയും. ഇതിൻ്റെ ബഡാണ് ഈ നിൽക്കണത്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ വെച്ചാൽ പല കളറുകളുണ്ട്. ഇതിപ്പോൾ റെഡാണ്ടാണ്. അതെ, ഇത് റെഡാണ്. അപ്പോൾ ഇതിനുള്ള പ്രത്യേകത വെച്ചാൽ ഒരു 3 മാസം വരെ ആ ഫ്ലവർ നിൽക്കും. അത് മാത്രമല്ല അതിൻ്റെ ഭയങ്കര ഫ്രാഗ്രൻ്റാണ് അതിൻ്റെ ഫ്ലവർ. എപ്പോഴും നല്ല ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ അട്രാക്ഷൻ എന്ന് വെച്ചാൽ 3 മാസം നിൽക്കും. ഇത് ടെറസ്ട്രിയൽ വാൻഡ എന്ന് പറയും, അല്ലെങ്കിൽ ടെറൈറ്റി വാൻഡ എന്ന് പറയും. നേരത്തെ കാണിച്ച മൊക്കാറയുടെ അതേ സ്വഭാവങ്ങളൊക്കെയാണ്. പക്ഷേ ആ പ്ലാന്റിൻ്റെ ഫ്ലവറിനേലും കുറച്ചും കൂടി വലിപ്പം വരും ഇതിന്. പിന്നെ എല്ലാ കളറുകളും
സ്പെഷ്യൽ കളറുകളാണ് ടെറസ്ട്രിയൽ വാൻഡ. ടെറസ്ട്രിയൽ വാൻഡയുടെ ഈ ഇത് വിരിയില്ല, ഈ ഇല മൊക്കാറയുടെ ആകുമ്പോൾ ഒന്ന് വിരിഞ്ഞിരിക്കുക. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മെയിനായിട്ട്. അതിൻ്റെ തന്നെ വേറെ കളറാണ് ഈ കാണുന്നത്. ഇത് കുറച്ചും കൂടി വലുതാവും, ഫ്ലവർ വലുതാവും, വലിയ ഫ്ലവറാവും, മൊക്കറയിലും വലുപ്പം വരും ഈ പൂവ്. അതാണ് ഈ ഇതിനുള്ള പ്രത്യേകത. പിന്നെ കളറുകളും ഭയങ്കര കോൺട്രാസ്റ്റിങ് കളറുകളായിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡാൻസിങ്ങുകൾ അല്ലെങ്കിൽ ഓൺസീഡി എന്ന് പറയും. പല ടൈപ്പ് ഫ്ലവറുകളും ഒക്കെയാണ്. ഇത് ബ്രാസിയ എന്ന് പറയും, അല്ലെങ്കിൽ ഷെലോബ് എന്ന് പറയും ഇത് ഈ ഫ്ലവറിന്. അതിൻ്റെ തന്നെ ഒരു കളർ വേരിയേഷനാണ് ഈ ഫ്ലവർ. പിന്നെ ഇത് മാരിത്ത് എന്ന് പറയും, ഭയങ്കര ഫ്രാഗ്രൻ്റ് ആണ് ഈ ഫ്ലവർ. ഇതും മാരിത്തിൻ്റെ വേറൊരു കളറാണ്. ഇതൊന്നും കൂടി ഡാർക്ക് മെറൂണാണ്. നേരത്തെ കണ്ട ഷെലോബിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, കുറച്ചും കൂടി വലിയ ഫ്ലവറാണത്. ഇതും അതേപോലെ തന്നെയാണ്. ഇത് പിന്നെ ക്ലിയോപ്രൈഡ് എന്ന് പറയും. ഇതിൻ്റെ വിരിഞ്ഞ് തുടങ്ങിയത് ഇത് ഫുള്ള് വിരിഞ്ഞ് നിൽക്കണത്. ഇതൊക്കെയുള്ള മെച്ചം വെച്ചാൽ ഒരു 2-2.5 മാസം ഇങ്ങനെ തന്നെ ഒരേ കുഴപ്പമില്ലാണ്ട് നിന്നോളും. സൺഡേ ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓൺസീഡിയാണ്. ഫ്ലവർ സ്പൈക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവും. ഈ കാണുന്നത് മുഴുവൻ നമ്മുടെ ഓൺസീഡിയം അല്ലെങ്കിൽ ഡാൻസിങ്ങുകൾ എന്ന് പറയുന്ന എൻ്റെ പല വെറൈറ്റികളാണ്. എല്ലാം ബഡായിട്ട് നിൽക്കുന്നതാണ്. ഇത് മുഴുവൻ ബഡാണ്. പലതിനും ഡബിൾ സ്പൈക്കായിട്ട് നിൽക്കുന്നതൊക്കെ ഉണ്ട്. ചിലത് വിരിഞ്ഞു തുടങ്ങി. ഇത് ലോങ് സ്പൈക്കായിട്ട് വരും. ഭയങ്കര അപ്പുറം നിൽക്കുന്നത് ഭയങ്കര ഹൈറ്റ് വരും. 1 മീറ്ററൊക്കെ ഹൈറ്റിൽ വന്നിട്ടാണ് ഫ്ലവർ വിരിയുള്ളൂ. ഇതിൻ്റെ ഫ്ലവറിങ് വെച്ചാൽ പല ഓൺസീഡിയത്തിനും പല സീസണാണ് ഫ്ലവറിങ്. എന്നിരുന്നാലും റെഗുലറായിട്ട് നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ ഒരുവിധമൊക്കെ ഫ്ലവർ ചെയ്യും. ഇതിൻ്റെ നമ്മുടെ കയ്യിലൊരു 15 വെറൈറ്റി ഓൺസീഡി ഉണ്ടായിരിക്കും. വൈറ്റ്, റെഡ്, യെല്ലോ. പിന്നെ എല്ലാവരുടെ വിചാരം ഈ ഓൺസീഡി മുഴുവൻ യെല്ലോ ആണ് എന്നാണ്. പലതും പല ബ്രൗൺ, മെറൂൺ, പർപ്പിൾ പല കളറുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ സിംഗിൾ പ്ലാന്റ് നല്ല പ്ലാന്റുകളാണ്. അതിൻ്റെ ഷേപ്പ്, ബൾബിൻ്റെ ഷേപ്പ് തന്നെ ഒരു പ്രത്യേക ഷേപ്പാണ്. ഇവിടെ കാണുന്നത് മുഴുവൻ ബാസ്ക്കറ്റ് വാൻഡയിൽ പെട്ടതാണ്. അതിൽ തന്നെ ഭയങ്കര ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള പലതുണ്ട്. ഇത് സിയാം എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ്. കളറ് ഒരു പ്രത്യേക കളറാണ്. പോരാത്തതിന് ഇതിന് ഭയങ്കര ഫ്രാഗ്രൻ്റ് ആണെന്ന് വെച്ചാൽ നല്ല സ്മെല്ലുള്ളൊരു പ്ലാന്റാണത്. ചെറിയ പ്ലാന്റ് ചെറുതാണെങ്കിലും ഭയങ്കര സ്മെല്ലാണ്. ഭയങ്കര സ്മെല്ലുള്ളൊരു വെറൈറ്റി. പിന്നെ റെഡിന് പൊതുവിൽ ഡിമാൻഡ് ഉള്ളതാണ്. ഇത് ഫ്രാഗ്രൻ്റ് അല്ല, പക്ഷെ വലിയ ഫ്ലവറാണ്. അതാണ് യെല്ലോൻ്റെ പ്രത്യേകത. ഇത് ഫ്രാഗ്രൻ്റാണ്. ഇത് വൈറ്റാണ്, വാൻഡ വൈറ്റ്. ഇത് വാൻഡ യെല്ലോ ആണ്. ഇനി അവിടെ കിടക്കുന്നത് മുഴുവൻ ബഡായിട്ട് കിടക്കുന്നതാണ്. ഇത് പിക്ചർ പ്ലാന്റ് എന്ന് പറയും, അല്ലെങ്കിൽ കാർണിവോറസ് പ്ലാന്റ് എന്ന് പറയും. അല്ലെങ്കിൽ മലയാളത്തിൽ പഠിക്കാനുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കാനുണ്ട്, അരപിടിയൻ എന്നുള്ള പ്ലാന്റ്. ഇതിന് വളം ഒട്ടും വേണ്ട, വെറുതെ നനവ് മാത്രം മതി. നന്നായിട്ട് നനയ്ക്കണം. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിർത്തുക വേണം, ഈ പിക്ചറിൻ്റെ ഉള്ളിൽ. അല്ലെങ്കിൽ ഇത് ഉണങ്ങി പോകും വേഗം. അപ്പോൾ ഈ പിക്ചറിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് വെള്ളം നിർത്തിയാൽ അതൊരിക്കലും ചീത്തയാവില്ല. ഇത് ഫേൺ വർഗത്തിൽ പെടും. സ്റ്റാഗ് ഹോൺ ഫേൺ എന്ന് പറയും. നാളികേരത്തിൻ്റെ തൊണ്ടിൽ പിടിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു 15-16 കൊല്ലമായിട്ടുണ്ട്. അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇല പൊതിഞ്ഞ് വരും. ഇതാണ് ആ പൊതിഞ്ഞ് വരുന്ന ഇല. അത് ഉണങ്ങുമ്പോൾ അടുത്ത ഇല പുതിയത് വരും. അങ്ങനെയാണ് ഇതിങ്ങനെ ബോളായിട്ട് വരുന്നത്. ഇത് ലിപ്സ്റ്റിക് പ്ലാന്റ് എന്ന് പറയും. അതിൻ്റെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റെഡ് കളറിൽ ശരിക്കും ലിപ്സ്റ്റിക്ക് നിൽക്കുന്ന പോലെ റെഡ് കളറിൽ നിൽക്കും. അതൊരു 2 മാസം ആ ഫ്ലവർ നിൽക്കും. അത് കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോകും. അത് കഴിഞ്ഞ് നമുക്കത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ബ്രാഞ്ച് കട്ട് ചെയ്ത് നിർത്തിയ ഫ്ലവർ പൊടിച്ച് വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രൊപ്പഗേഷൻ അങ്ങനെ നടക്കും. ഇത് കിഡ്നി പ്ലാന്റ് എന്ന് പറയും. എന്നുവെച്ചാൽ ഇതിൻ്റെ ഈ ബോൾ ഷേപ്പ് ഏകദേശം കിഡ്നി പോലെയാണ്. അതുകൊണ്ടാണ് കിഡ്നി പ്ലാന്റ് എന്ന് പറയുന്നത്. ഇത് ഫ്ലവറിങ് ഒന്നും കാര്യമില്ല. ഫ്ലവറിങ് ഒരു ചെറിയൊരു ഫ്ലവർ. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. അവിടെ ഫ്ലവർ വിരിഞ്ഞ് അതിനൊരു ചെറിയൊരു കായ ഉണ്ടാവും, ഒരു സൂചി പോലെ, നീഡിൽ പോലെ. അത് പൊട്ടിത്തെറിച്ച് അത് താഴത്ത് വീണ മുളച്ച് വരുന്നതാണ് പറയുക. പക്ഷേ ഇതുവരെ എനിക്കങ്ങനെ മുളച്ച് കിട്ടിയിട്ടില്ല. ഇതാണ് അതിൻ്റെ കായ. ഇതിനി ഉണങ്ങി അത് പൊട്ടിത്തെറിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പൂപ്പന്നാടി പോലെ പടർന്നു പോകുന്നതാണ് പറയുക. പക്ഷേ പൊതുവിൽ നമുക്ക് പക്ഷേ പ്രൊപ്പഗേഷൻ എളുപ്പമാണ്. ഇതിൻ്റെ എല്ലാ മോഡലും വേരുണ്ടാവും. അത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും, കുഴപ്പമില്ല. വളരെ കാലം മുമ്പ് ഇത് ഡാലി ആയിരുന്നു ഇവിടുത്തെ കളക്ഷൻ. ഒരു 10-100 ചട്ടികൾ ഡാലി ഉണ്ടാവും. അതിൻ്റെ പൂക്കൾ പള്ളിയിലേക്ക് കൊടുക്കുക. അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ അമ്മച്ചിക്ക് അത് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന് വൈഫ് വന്നപ്പോൾ അത്
കുറേ ശാന്തൂറിയത്തിലേക്ക് മാറി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഓർക്കിഡ് വന്നത്. അപ്പോൾ ഓർക്കിഡിലേക്ക് ചെറുതായിട്ട് മാറി. ഓർക്കിഡ് പക്ഷേ ഭയങ്കര സക്സസ് ആയി. അപ്പോൾ പിന്നെ അതിൽ തന്നെ അധികം സ്റ്റിക്ക് ഓൺ ചെയ്തു. ഇതിൻ്റെ കളക്ഷൻ കഴിഞ്ഞാൽ എവിടെ പുതിയ പ്ലാന്റ് വന്നു എന്ന് കേട്ടാലും നമ്മൾ അപ്പം തന്നെ സമയം കളയാതെ പോവും. 2 പ്ലാന്റ് ആണെങ്കിൽ 2 പ്ലാന്റ് അത് എടുക്കാനായിട്ട് അത്യാവശ്യം കേരളം മുഴുവൻ ഓടും ഞങ്ങൾ. ആ കാര്യത്തിനൊന്നും സംശയമില്ല. അതൊരു വർക്കായിട്ട് തോന്നില്ല. അത് നമ്മുടെ ഒരു വിസിറ്റും പിന്നെ അവിടെ ഉള്ളതും നമുക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും. നമുക്കിവിടെ ചെയ്യാവുന്നത് എന്തെങ്കിലും അവിടെ ഉണ്ടോ അങ്ങനെയുള്ളത് നമുക്ക് കിട്ടും. അത് കാരണം ഏത് പ്ലാന്റ് വന്നാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ് വന്നാൽ പിന്നെ താമസമില്ലാതെ സ്ഥലം വിടും അത് കിട്ടാനായിട്ട്. അങ്ങനെയാണ് ഇത്രയധികം കളക്ഷൻ ആയത്. പിന്നെ വെച്ചാൽ ഇത് കുറേശ്ശെ കളക്ട് ചെയ്ത് പ്ലാന്റുകൾ കൂടി. പിന്നെ കുറേ നമ്മൾ മദർ പ്ലാന്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്, വലിയ പ്ലാന്റ് ആയിട്ട്. അപ്പോൾ മൊത്തത്തിൽ വേണമെങ്കിൽ എല്ലാ വെറൈറ്റിയും കൂടിയിട്ടൊരു 7000-ത്തിൻ്റെ മുകളിൽ ചെടികളുണ്ടാവും. അത് തന്നെ ഒരു 20 വെറൈറ്റി ഉണ്ടാവും ഓർക്കിഡ് തന്നെ. ഒരുവിധം വെറൈറ്റികളൊക്കെ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ചില സ്പീഷീസൊന്നും നമ്മുടെ അവിടെ ഫ്ലവർ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് 1-2 ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് സ്പെസിഫിനായിട്ട് വെക്കുന്നതല്ലാതെ അത് ഫ്ലവർ ചെയ്യില്ല. അത് ഭയങ്കര തണവുള്ളിടത്തേക്ക് അത് ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം എടുത്തു വയ്ക്കും ഒരെണ്ണമൊക്കെ നമ്മുടെ ഒരു മോഹത്തിന്. ഇത്രയധികം കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എന്നിരുന്നാലും പുതിയത് പ്ലാന്റ് കണ്ടാലും ഞാനൊന്ന് ട്രൈ നോക്കും. നമ്മുടെ അവിടെ സക്സസ് ആണെങ്കിൽ അത് അധികം സമ്പാദിക്കാൻ നോക്കും. പിന്നെ വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ അത്യാവശ്യം ഞാൻ പോകും. പിന്നെ നമുക്ക് വല്ലാണ്ട് അകലേക്കാണെങ്കിൽ നമ്മൾ ഓൺലൈനിൽ ചോദിച്ചെടുക്കും. പക്ഷേ ചിലതൊക്കെ നമ്മളെ ട്രാപ്പിൽ പെടുത്തും. പിന്നെ പ്ലാന്റ് നമുക്ക് ആവശ്യമുള്ളവർ നേരിട്ട് വരാം. അതർവൈസ് നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം.